ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? അപ്പം നമ്മളൊരു ലോങ് വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ചെയ്യും, അപ്പോഴല്ലേ ഒരു വൈബ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ആകെ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് ഗൈസ്. ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ടൈമിങ് കിട്ടുന്നത്. എന്താ ചെയ്യുക, ഭയങ്കര ബിസി ആയിപ്പോയി ഗൈസ്. സത്യം പറഞ്ഞൊരു ബിസിയൊന്നുമില്ല, ജസ്റ്റ് വെറുതെ അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്നാലും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ മേശയുടെ മേലെ ഒരുപാട് തിക്സ് ഉണ്ട്. അപ്പോൾ അത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ അതിന് മേലെ തിങ്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് തുടച്ച് മിനുക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. മൊത്തം സെറ്റാക്കണം കേട്ടോ. എന്നുവെച്ചാൽ അതിൽ ഓരോ ഐറ്റംസും ആകെ പൊടി പിടിച്ചെടുക്കണം. അത് ആ ഫ്രെയിമിൻ്റെ അടിയിൽ വന്ന സംഭവമാണത്. എന്തോ അത് ഭയങ്കര, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ പറഞ്ഞാൽ മതിയല്ലോ, വേറെ എന്ത് പറയാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്കി പരിപാടിയായിരുന്നു. പിന്നെ മേശ നമ്മൾ ഈ വൈറ്റ് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. അത് നമ്മൾ കാണുന്നത് പോലെ അത്ര എന്താ പറയുക എളുപ്പമുള്ള പരിപാടിയല്ല. കാണുമ്പോൾ വാവ്, സോ ക്യൂട്ട്, സോ അസ്തറ്റിക് എന്നൊക്കെ പറയാൻ നല്ല അടിപൊളിയാണ്. ബട്ട് സ്റ്റിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, എൻ്റെ കയ്യിൽ കുറച്ച് ഗ്ലൂവും കാര്യങ്ങളൊക്കെ വന്നത് കാരണം എന്താ പറയുക, മൊത്തം മേശയൊക്കെ കുറച്ച് മസ്സായിട്ടാണ് കിടക്കുന്നത്. ഞാൻ കുറച്ച് എന്താ പറയുക ഡീസലും അതേപോലെ കുറച്ച് ഫെയറിയും ഒക്കെ ഇട്ടിട്ട് നോക്കി. ബട്ട് സ്റ്റിൽ എല്ലാം ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ സെറ്റായിട്ടുണ്ട് എന്തായാലും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസ് കാണുന്നവരാണ്, ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാറ്, അല്ല ഫുൾ ടൈം കാണാറില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്തു. എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴല്ലേ നമുക്ക് ചെയ്യാനും ഒരു എന്താ പറയുക ഒരു മൂഡ് ഇട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ എനിക്കും ബോറടിച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട്, കാരണം എൻ്റെ കയ്യിൽ ആകെ ഒരു ഫോണുള്ളൂ. അപ്പോൾ നമുക്ക് ഫോണിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ഇഷ്ടം, ടാബ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഫോണിൽ നോക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആകെ ഒരു ഫോണുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാനും നോക്കാനും രണ്ടും കൂടി നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഫോൺ നോക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സ്ട്രഗിളിങ് ആണ്. എന്താ ചെയ്യുകയെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും സംഭവം ഏകദേശം മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. കുറേ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെന്നിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് പെൻസ് ഉണ്ട് ഗൈസ്. അത്ര ഒരുപാടെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പെൻ ഹോൾഡറും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. ഭയങ്കര ദാഹം ഗൈസ്, കാരണം ഒരുപാട് പണിയെടുത്തില്ലേ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പണി, ഇതിൻ്റെ പുറത്ത് ഞാൻ വേറെ കുറേ പണിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. റൂം മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട്, അതുപോലെ ജനലും വാതിലൊക്കെ തുടച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. പിന്നെ ലാസ്റ്റ് കള്ളമുട്ടായി എൻ്റെ വായിക്കാൻ പോയത്, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈ സാധനം എവിടെ വെക്കുമെന്ന് വെച്ച് കുറേ വിചാരിച്ച്, കാരണം നമ്മൾ ആ ടൈമിൽ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഇനി വെറുതെ അത് വേസ്റ്റാക്കി കളയാന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാം, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ തലക്കാരം അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വരികയാണെങ്കിൽ അപ്പോൾ മാറ്റിയെടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സംഭവം, സെറ്റായില്ലേ? പിന്നെയും എന്തോ ഒരു പ്രശ്നം തോന്നി. അപ്പോൾ ആ പൂവ് എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതൊക്കെ പരിപാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചെറിയ പരിപാടി എന്താ വെച്ചാൽ, എൻ്റെ ഫോണിൻ്റെ ചാർജറിൻ്റെ ഏകദേശം അത് ചാവാനായിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ സൂചന. ചെറിയൊരു ഷോക്കൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തതായിരുന്നു, പക്ഷെ അത് ലൂസായി പോയിട്ട് അത് വീണ്ടും ഇതാക്കി. അപ്പോൾ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചതിൻ്റെ മേലെ ഞാനൊരു വാഷി ടേപ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡെക്കറേറ്റീവ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ അത് വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്.
ഇനി ഫോൺ മാറ്റാനാണോ കവി ഉദ്ദേശിച്ചത് അതോ ഇനി ചാർജർ മാറ്റാനാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എന്തായാലും ഇത് ആൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിഗണിക്കണം പ്ലീസ്. ഓക്കെ, അത് ഓക്കെ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കബോർഡ്സൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ കബോർഡ് തുറന്നത്. അപ്പോൾ അതിൽ വലിയ മെസ്സായിട്ടൊന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും തുറക്കാൻ ഞാൻ നിന്നില്ല. അതിലും വലിയ മെസ്സായിട്ടൊന്നുമില്ല. ഇപ്പം അടുത്ത് ഞാനൊക്കെ ഒന്ന് സെറ്റപ്പാക്കി എടുത്തതാണ്. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഈ ചെറിയ ട്രൈപോഡിൽ ഫുള്ള് ക്ലേഡിയും അതുപോലെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇത്. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒരു സാധനം മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സാധനം ഇതല്ല. അതിന് മേലെ കാണുന്ന കാറിൽ വെക്കുന്ന ആ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. പിന്നെയാണ് മനസ്സിലായത് അത് എൻവലപ്പാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ആ ഫോൺ വെക്കുന്ന ആ കാർ സ്റ്റാൻഡ് മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. പിന്നെ ഈ കാൽക്കുലേറ്റേഴ്സ് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മേടിക്കണം തോന്നി. ഞാൻ അതിന് മുന്നേ കണ്ടപ്പോൾ മേടിക്കാതിരുന്നത് എനിക്കതിൻ്റെ യൂസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാൽക്കുലേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത്യാവശ്യം ഒരു 180 റുപ്പീസ് ഉണ്ട് അതിന്. പിന്നെ നമ്മൾ എന്ത് മേടിക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു എസ്തറ്റിക് ക്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളായതുകൊണ്ട് ഓക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മേടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ. ഞാനത് എടുത്ത് കൈ പിടിച്ചൊക്കെ ചെയ്തു. പിന്നെ എന്താ അറിയില്ല, ഞാൻ അവിടെ തന്നെ വെച്ച് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേസ്. എന്താണെന്നറിയില്ല, മേടിച്ചാൽ മതി അതൊന്നും ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ പോയാലും സെറ്റാവില്ല, കാരണം നമ്മളെ കയ്യിൽ മണി അത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറുകയെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്നും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ തന്നെ അങ്ങനെ എന്താ പറയുക ലൈക്കും ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് അങ്ങനെ കമൻറ്റൊക്കെ ചെയ്ത് പോകും. നമുക്കൊരു ഗീവ് അവേ ഒക്കെ കണ്ടക്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ കയറി പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഗീവ് അവേ വരട്ടെ. ഓക്കെ, പിന്നെ ഈ സംഭവങ്ങൾ എന്താ വെച്ചാൽ ടൂത്ത് പിക്കിൻ്റെ നമ്മൾ വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ സ്റ്റോറേജ് ബോക്സ് പോലത്തെ സാധനം, അതാണത്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. അതിൻ്റെ വെറൈറ്റി കുറേ സംഭവങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് സ്റ്റോറേജ് ബോക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇത് സിസോ ആണ്. ഇവിടെ അത്യാവശ്യം നല്ല എസ്തറ്റിക് ക്യൂട്ട് ഐറ്റംസാണ് മേ ബി ഉണ്ടാവുക. ഓക്കെ, അത്യാവശ്യം റേറ്റും ഉണ്ട്, എന്നാൽ റേറ്റ് ഇല്ലാത്ത സംഭവങ്ങളും ഉണ്ട്. കണ്ടോ, ഇതൊക്കെ ടൂത്ത് പിക്കാണ് കേട്ടോ. സോ അതിൻ്റെ ആ ഒരു വെറൈറ്റി കണ്ടപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ കണ്ടോ ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. ഇത് ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ടൂത്ത് പിക്കാണ് കേട്ടോ. അതിൻ്റെ ഓരോ ഷേപ്പിൽ വരുന്ന സംഭവമാണത്. പിന്നെ കുറേ ആർട്ടിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇതിലും കൂടി ഒന്ന് കണ്ടോളി. എന്തായാലും കാണാനല്ലോ, അപ്പോൾ ഞാൻ അതും കൂടിയാണ് കണ്ടോളി. ഓക്കെ, അപ്പോൾ ഇത് ഡയമണ്ട് ആർട്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. ഞാൻ ഈ കുറുമിയുടെയാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ് ഗൈസ്. നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ടൊക്കെ സംഭവം തെറ്റൊക്കെ നല്ല ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിലൊരെണ്ണം അതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളി സംഭവമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിലിങ്ങനെ ഒരുപാട് വെക്കുമ്പോഴാണ് അതൊരു നല്ല ഭംഗി ഉണ്ടാവുക. പക്ഷേ ഞാനതിൽ ഒരെണ്ണം മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരെണ്ണം വെച്ചപ്പോഴും അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ക്ലാസി വൈബ് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കണ്ണടയുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിസോയിൽ പോയി കുറച്ച് സാധനങ്ങളും മേടിച്ച്, അപ്പോൾ അത് നല്ല മഴ പെയ്ത് ഞാൻ ആകെ നനഞ്ഞ് സെറ്റായിട്ടാണ് പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയത്. ഓക്കെ, എന്തായാലും നമുക്ക് സിസോന്ന് മേടിച്ച സംഭവങ്ങൾ കാണാം. ആദ്യം ഇത് മഞ്ചാണ്. ഇത് സിസോ എന്നല്ല കേട്ടോ. ഞാൻ പോരുന്ന വഴിയിൽ ചെറിയൊരു പെട്ടിക്കടയിൽ കയറിയപ്പോൾ മേടിച്ചതാണ്. മഞ്ചൻ്റെ ഫേവറേറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ഇതാണ് നമ്മുടെ കുറുമിയുടെ ഡയമണ്ട് ആർട്ട് എന്ന് പറഞ്ഞിട്ട് സംഭവമാണ് ഇതിൻ്റെ പേര്. ഇതിന് ചെറിയ സ്റ്റോൺസ് ആയിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുക കേട്ടോ. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ കളേഴ്സും അതുപോലെ നമ്പറും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ നമ്പറിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഒട്ടിക്കാൻ നമ്മൾ പശയൊന്നും ഉപയോഗിക്കേണ്ട, ഓൾറെഡി അതിലൊരു എന്താ പറയുക പശയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സംഭവമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല യൂസ്ഫുള്ളാണ്. കാറിലൊക്കെ പോകുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്കിത് നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുത്ത് നോക്കും. 250 റുപ്പീസേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഞാനൊരു സ്പെക്സ് വെക്കാനുള്ള കവറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. പക്ഷേ സംഭവം അടിപൊളിയാണ്.
അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, 65 റുപ്പീസ് എന്തോ ഉള്ളൂ. അപ്പോൾ അതിന് എന്തായാലും അത് വേർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു സ്പെക്സ് അതിൽ കിടക്കട്ടെ. ഞാൻ എൻ്റെ 2 സ്പെക്സും കൂടിയും ഒരൊറ്റ കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഡിഫറെൻറ്റ് ആവട്ടെ. ഓക്കെ, പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹൈലൈറ്റേഴ്സാണ് കേട്ടോ. ഈ ഹൈലൈറ്റേഴ്സ് ഞാൻ മേടിക്കണം വിചാരിച്ച് മേടിച്ചൊന്നുമില്ല, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ കണ്ടപ്പോഴും നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ അതല്ല, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഹൈലൈറ്റേഴ്സിൻ്റെ സെറ്റില്ല. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി മേടിച്ചു, അത്രേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് യൂസ്ഫുള്ളായിട്ടുള്ള സാധനമൊന്നുമില്ല. അത് യൂസ്ഫുള്ളാണ്. എൻ്റെ കാര്യത്തിൽ അത്ര വലിയ യൂസ്ഫുള്ളൊന്നും അല്ല. പിന്നെ അത്ര വലിയ റേറ്റും ഉണ്ടായിരുന്നില്ല, 120 അങ്ങനെ എന്തോ റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഓക്കെ, അതും കൂടി ആവട്ടെ വിചാരിച്ചു. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് മേടിക്കേണ്ടായിരുന്നില്ല, കാരണം ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ അത്. എന്നാലും ഇനി വല്ല എന്താ പറയുക, ജേർണലിങ്ങോ ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും മേ ബി. പിന്നെ ഇത് മോനിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇത് ഷാർപ്പനറാണ്, ഇതിൻ്റെ കൂടെ എറൈസറും ഉണ്ട്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്, ഇതിൻ്റെ കൂടെ എറൈസറും ഉണ്ട് എന്നുള്ള കാര്യം. എന്നാലും ഇത് ഷാർപ്പനറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പിലെ ഭാഗം തുറന്നിട്ട് നമുക്കത് അതിൻ്റെ എന്താ പറയുക വേസ്റ്റ് കളയും ചെയ്യാം. സംഭവം സെറ്റല്ലേ, അടിപൊളിയാണ്. പിന്നെ മേടിച്ചത് ഈ ഒരു പെൻസില്. ഇത് പെൻസിലാണ് കേട്ടോ. എന്താ പറയുക, മറ്റേ ഈ പെൻസിൽ എന്തോ ഒരു പേരുണ്ട് ഗൈസ്, എനിക്കറിയില്ല. അത് നമുക്ക് അതിൻ്റെ ഇതിങ്ങനെ നിബ്ബ് മാറ്റിയിടാൻ പറ്റും. അതിൻ്റെ ആ ചെറിയൊരു ബോക്സ് കണ്ടില്ലേ, ആ ബോക്സിൽ നമുക്കത് മാറ്റിയിടാൻ പറ്റും ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ മേടിച്ചത്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നവരെ ശുഭരാത്രി എന്നൊക്കെ പറയണ പോലെ. നിങ്ങളിത് കാണുന്നത് രാത്രിയാണോ രാവിലെയാണോ ഉച്ചക്കാണോ എന്നറിയില്ല. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ഇത് തുറക്കാൻ കുറച്ച് പാടുപെട്ടു. എന്തായാലും അടിപൊളി. ടാറ്റാ, ബൈ, സീ യു.